ഇപ്പോഴത്തെ മലയാള സിനിമയിൽ നെപ്പോട്ടിസം അധികമായി കാണുന്നുണ്ട്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അത് ദേവാസുരം തൊട്ടാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. രാവണപ്രഭുവിലും ഏകദേശമൊക്കെ കണ്ടിരുന്നു, അവിടെ തൊട്ട് ചുരുങ്ങിയത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കാർ കത്തിയ ശേഖരന് പുല്ല കൈവയ്യത്താണ് ലക്ഷ്യം. നല്ല സാധനമാണെങ്കിൽ രണ്ടെണ്ണം അടിക്കാം. അത് അച്ഛനിൽ നിന്ന് മകനിലേക്ക് കിട്ടുന്നത്. ഓ എന്ന് വെച്ചാ മമ്മൂട്ടിയിൽ നിന്ന് സിനിമ ദുൽഖറിന് കിട്ടി, മോഹൻലാലിൽ നിന്ന് സിനിമ പ്രണവിന് കിട്ടി. അതേപോലെ ഒരു സിനിമാ ജീവിതം. അവർക്കൊക്കെ അച്ഛനിൽ നിന്ന് സിനിമ കിട്ടി, എനിക്കൊക്കെ അച്ഛനിൽ നിന്ന് കിട്ടി എന്ത് അരിക്കലത്തിനേറ് ഡെയിലി കിട്ടുമല്ലോ. ഇത്ര പ്രായമായൊന്നുമില്ല, ചട്ടുവൊക്കെ വെച്ച് വെക്കും. അയ്യോ, എന്നാലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മോനിഷ തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ആ കൊറിയൻ പടം കണ്ടിരുന്നോ? മോനിഷ തിയേറ്ററിലുള്ളത് കൊറിയൻ പടമല്ല, അത് ചൊറിയൻ പടമാണ്. നിറച്ചും മൂട്ടയാ തിയേറ്ററിൽ. എന്തൊരു കടിയായിരുന്നെന്ന് അറിയാവോ എന്നെ? എന്നിട്ട് ഞാൻ ആ സിനിമ കണ്ടിട്ട് വീട്ടിൽ പോയി കമന്ന് കിടന്നുറങ്ങിയപ്പോ അമ്മ കൈതച്ചക്കയാന്ന് പറഞ്ഞ് വെട്ടാമെന്ന്. അമ്മ അതിന് പണിയല്ലേ മൂട്ട കാണിച്ചു വെച്ചതാ. എന്നാലേ അത് പോട്ടെ, ഈ ആവണി തിയേറ്ററിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. ആ സിനിമയിലെ നായികയുടെ മേനി പ്രദർശനം കൂടിപ്പോയെന്ന് പറഞ്ഞ വ്യാപകമായ ഒരു പരാതി ഉണ്ടായിരുന്നു. അതിനെ പറ്റിയോ? അതിൽ നായികയുടെ മേനി പ്രദർശനം കൂടിയോ? അതാണ്. പരാതി ഉണ്ടോ? ഉണ്ടായിരുന്നു. ആദ്യം പറയണ്ട, ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടില്ല.